പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് സോഷ്യൽ മീഡിയ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വാർത്ത നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രിയെ അപായപ്പെടുത്താൻ ചൈനയിൽ വച്ച് ഒരു ശ്രമം നടന്നു എന്നുള്ളതാണ്. പബ്ലിക് ഡൊമൈനിൽ ലഭ്യമായ വിവരങ്ങൾ ശേഖരിച്ചും ക്രോഡീകരിച്ച് പല വ്യാഖ്യാനങ്ങളും നൽകി പല ചാനലുകളും ഈ വാർത്ത പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നില്ല. പക്ഷേ ഈ സംഭവവുമായി ബന്ധമുണ്ട് എന്ന് എനിക്ക് തോന്നിയ ചില സംശയങ്ങൾ ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം. ഒക്ടോബർ മാസം 3-ാം തീയതി വെള്ളിയാഴ്ച മഹാരാഷ്ട്രയിലെ ഭിവണ്ടിയിൽ നിന്നും അമേരിക്കൻ പൗരത്വം ഉള്ള ഒരു സായിപ്പിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അദ്ദേഹം മഹാരാഷ്ട്രയിലെ ആദിവാസികളെ ക്രിസ്തു മതത്തിലേക്ക് മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചത് തദ്ദേശവാസികളാണ് പോലീസിനെ അറിയിച്ചത്. 58-കാരനായ ജെയിംസ് വാട്സൺ എന്ന ആളെയാണ് അറസ്റ്റ് ചെയ്തത്. കൂട്ടത്തിൽ 2 തദ്ദേശീയരായ ആൾക്കാരും ഉണ്ടായിരുന്നു. പത്ര റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹത്തെ ഇപ്പോഴും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വച്ചിരിക്കുകയാണ്. ബോംബെ ഹൈക്കോടതി അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ നിരസിച്ചു എന്ന വാർത്തയും കണ്ടു. പക്ഷേ ഈ കേസിലെ കാതലായ പ്രശ്നം മതപരിവർത്തനം അല്ല എന്നതാണ് എൻ്റെ നിഗമനം. അതിൻ്റെ കാരണം ശ്രീ ജെയിംസ് വാട്സൺ എന്ന വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ്. അദ്ദേഹം അമേരിക്കൻ ആർമി ജോയിന്റ് സപ്പോർട്ട് ടീമിൽ മേജർ ആയി ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ ആയിരുന്നു. ഇപ്പോഴും അവിടെ തുടരുന്നു എന്ന സംശയം പ്രകടിപ്പിച്ചിട്ടുള്ള വാർത്തകളും കണ്ടു. എന്തായാലും അക്കാര്യത്തിൽ വ്യക്തതയില്ല. സൗത്ത് കരോലിനയിലെ ആർമിയുടെ 505 കമാൻഡ് ആൻഡ് കൺട്രോൾ വിങ്ങിൽ ആയിരുന്നു അദ്ദേഹം ജോലി ചെയ്തിരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ഈ ഡിവിഷന്റെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുമ്പോഴാണ് നമുക്ക് ചില സംശയങ്ങൾ ഉണ്ടാകുന്നത്. ആർമിയുടെ വിവിധ ഘടകങ്ങളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുക, ട്രെയിനിങ് പ്രോഗ്രാം സംഘടിപ്പിക്കുക, ആകാശത്തിലെയും ഭൂമിയിലെയും മിലിറ്ററി ഓപ്പറേഷനുകൾ സംയോജിപ്പിക്കുക എന്നിവയാണ് ഇവരുടെ ഉത്തരവാദിത്വം. ഇതിൽ എൻ്റെ സംശയം ബലപ്പെടുത്തിയ ഘടകം ഇതാണ്: ഫെസിലിറ്റേറ്റിംഗ് ദി കളക്റ്റീവ് ഇൻ്റഗ്രേഷൻ ആൻഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റംസ് ഫോർ ജോയിന്റ് മിലിറ്ററി മിഷൻസ്. അതായത് മിലിറ്ററിയുടെ വിവിധ ഘടകങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് നടത്തുന്ന മിലിറ്ററി ദൗത്യത്തെ സഹായിക്കുക എന്നർത്ഥം. ഇവിടെ മിഷൻസ് അഥവാ ദൗത്യം എന്ന വാക്കിന് വളരെ പ്രാധാന്യം ഉയർന്നു. സായിപ്പ് എന്തോ തീരുമാനിച്ച് ഉറച്ചാണോ ഭാരതത്തിലേക്ക് വണ്ടി കയറുന്നത് എന്ന് തികച്ചും സ്വാഭാവികമായി സംശയിക്കണം. അങ്ങനെ ആണെങ്കിൽ എന്താണ് ആ ദൗത്യം? മറ്റൊരു വസ്തുത, ഇദ്ദേഹം ഭാരതത്തിലെത്തിയത് ബിസിനസ് വിസയിൽ ആണ്. ബിസിനസ് വിസയിൽ എത്തുന്നയാൾ മതപരിവർത്തനം, ഗ്രാമീണരുമായുള്ള മീറ്റിംഗ് തുടങ്ങി ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. ഇദ്ദേഹം പല പ്രാവശ്യം ബിസിനസ് വിസയിൽ ഇന്ത്യയിൽ വന്നു പോയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഈ യാത്രകൾ ഇയാൾ ആരുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നു എന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇതുമായി കൂട്ടി വായിക്കേണ്ട ഒരു വസ്തുത നോക്കാം. നമ്മുടെ പ്രധാനമന്ത്രി SCO സമ്മിറ്റിന് വേണ്ടി ചൈന സന്ദർശിച്ച ദിവസം തന്നെ ബംഗ്ലാദേശിലെ ധാക്കയിൽ വെച്ച് മറ്റൊരു അമേരിക്കൻ മിലിറ്ററി ഓഫീസർ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടിരുന്നു. ആ വാർത്തയുടെ ചുവട് പിടിച്ചാണ് നമ്മുടെ പ്രധാനമന്ത്രി അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്ന വാർത്തയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത്. ഈ വർഷം ഓഗസ്റ്റ് 31-ാം തീയതി ആയിരുന്നു ടെറൻസ് ആർവില്ലി ജാക്സൺ എന്ന അമേരിക്കൻ ആർമി ഓഫീസർ ധാക്കയിൽ മരിച്ചത്. അദ്ദേഹം US ആർമിയുടെ നോർത്ത് കരോലിനയിലെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡിൽ കമാൻഡ് ഇൻസ്പെക്ടർ ജനറൽ ആയി ജോലി നോക്കുകയായിരുന്നു. 50 വയസ്സ് പ്രായം. ബിസിനസ് ആവശ്യങ്ങൾക്കായി അയാൾ കുറേ മാസങ്ങൾ ധാക്കയിൽ താമസിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. അയാളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം പോലും ചെയ്യാതെ ധാക്കയിലെ അമേരിക്കൻ എംബസി ഏറ്റെടുക്കുകയായിരുന്നു. പ്ലൂട്ടോണിയം എന്ന വിഷം ഉള്ളിൽ ചെന്നാണ് അയാൾ മരിച്ചത് എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. സാധാരണയായി റഷ്യൻ രഹസ്യാന്വേഷണ ഏജൻസികളാണ് പ്ലൂട്ടോണിയം എന്ന രാസവസ്തു ഉപയോഗിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഭിവണ്ടിയിൽ നിന്നും അറസ്റ്റ് ചെയ്ത വാട്സൺ സൗത്ത് കരോലിനയിലെ ആർമി ബേസിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ധാക്കയിൽ മരിച്ച ജാക്സൺ നോർത്ത് കരോലിനയിലെ ആർമി ബേസിലാണ് ജോലി ചെയ്യുന്നത്. നോർത്ത് കരോലിനയും സൗത്ത് കരോലിനയും അമേരിക്കയുടെ കിഴക്കൻ തീരത്തുള്ള 2 സംസ്ഥാനങ്ങളാണ്. പരസ്പരം ചേർന്ന് കിടക്കുന്ന 2 സംസ്ഥാനങ്ങൾ. അമേരിക്കയുടെ അന്താരാഷ്ട്ര മിലിറ്ററി ഇടപാടുകളെല്ലാം നിയന്ത്രിക്കപ്പെടുന്നത്
ഈ രണ്ട് സെന്ററുകളിൽ നിന്നാണ്. അപ്പോൾ ഈ രണ്ടു പേരുടെയും ദൗത്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്താണ്? ഇതാണ് എൻ്റെ ആദ്യത്തെ സംശയം. ഇവിടെ ഓർക്കേണ്ട ഒരു സംഗതി കൂടിയുണ്ട്. ഇക്കഴിഞ്ഞ ബുധനാഴ്ച, അതായത് ഒക്ടോബർ 22-ാം തീയതി ഒരാൾ മരിച്ചു. മാതാവും പിതാവും ഭാര്യയും ഒത്ത് ദീപാവലി ആഘോഷിച്ച് ആൾ പെട്ടെന്ന് രോഗാതുരനാകുന്നു. അപ്പോൾ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല. ആകാശ് ദീപ് ഗുപ്ത എന്ന 30 വയസ്സുകാരനാണ് ഉത്തർപ്രദേശിൽ മരിച്ചത്. അദ്ദേഹം ഭാരതത്തിൻ്റെ പരമോന്നതമായ ഡിഫൻസ് റിസർച്ച് സ്ഥാപനമായ DRDOയിലെ എഞ്ചിനീയർ ആയിരുന്നു. കഴിഞ്ഞ 3 വർഷമായി നമ്മുടെ അഭിമാനമായ ബ്രഹ്മോസ് മിസൈൽ പ്രോജക്റ്റിൽ ജോലി ചെയ്യുന്നു. ശ്രീ ഗുപ്തയുടെ മരണത്തിൽ അസ്വാഭാവികത ഉണ്ട് എന്ന് തോന്നിയതുകൊണ്ട് പോലീസ് കേസ് എടുത്ത് അന്വേഷണം ആരംഭിച്ചു. സംശയാസ്പദമായ 2 പേരെ അറസ്റ്റ് ചെയ്തു എന്നും വാർത്തകൾ വന്നിരുന്നു. ഈ കഴിഞ്ഞ ആഴ്ചയാണ് CIA മുൻ ഉദ്യോഗസ്ഥനായ ജോൺ കിരിയാക്കോവ് ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. പാകിസ്ഥാന്റെ കയ്യിൽ ഉണ്ട് എന്ന് നാം കരുതിയിരിക്കുന്ന ന്യൂക്ലിയർ ബോംബുകൾ ഒന്നും പാകിസ്ഥാൻ്റേത് അല്ല. നൂർഖാൻ ബേസിന്റെ അടുത്തുള്ള കിരാന കുന്നുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന അണുവായുധങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് അമേരിക്കൻ സൈന്യമാണ് എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്. പർവേസ് മുഷാരഫ് പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് അമേരിക്ക പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ആയുധങ്ങൾ വിലയ്ക്ക് വാങ്ങി എന്ന പദമാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ഈ വെളിപ്പെടുത്തലിൽ കഴമ്പുണ്ടെങ്കിൽ അതിനൊരു പുതിയ മാനമുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് നമ്മൾ പാകിസ്ഥാനിൽ വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയിരുന്നു. കിരാന കുന്നിലെ ഭൂമിക്കടിയിലെ ന്യൂക്ലിയർ ആയുധങ്ങൾ സ്ഥാപിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന ഇടമാണ് ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ച് നമ്മൾ തകർത്ത് കളഞ്ഞത്. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എങ്കിൽ കുറേ അമേരിക്കൻ സൈനികർ മരിക്കാൻ ഉള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഒരുപക്ഷെ ഇത് സത്യമാകാനാണ് സാധ്യത. കാരണം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് ഡൊണാൾഡ് ട്രംപ് ശ്രീ നരേന്ദ്രമോദിയോടും ഭാരതത്തോടും ഒരു നിസ്സംഗത പ്രകടിപ്പിച്ചു തുടങ്ങിയത്. ഇന്ന് കാണുന്ന താരിഫ് കോലാഹലമെല്ലാം അതിൻ്റെ പരിണിത ഫലം ആകാനാണ് സാധ്യത. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിനും മാറ്റം ഉണ്ടായി. ഇന്ത്യയുടേത് ഡെഡ് എക്കോണമിയാണെന്ന് പറഞ്ഞ് ഭാരതത്തെ ആക്ഷേപിക്കാനും ട്രംപ് ശ്രമിച്ചു. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഒരു സംശയം: ബ്രഹ്മോസിന്റെ എഞ്ചിനീയർ ആയിരുന്ന ഗുപ്തയുടെ അസ്വാഭാവിക മരണം ഒരു പകരം വീട്ടിലാണോ? എൻ്റെ രണ്ടാമത്തെ സംശയം അമേരിക്കൻ ആർമിയുടെ ദൗത്യത്തിൻ്റെ പരിധിയിൽ ഈ മരണവും പെടുമോ എന്നതാണ്. അങ്ങനെ സംശയിക്കാൻ ചില കാരണങ്ങളുണ്ട്. ഇന്ത്യൻ സ്പേസ് റിസർച്ചിൻ്റെ ഉപജ്ഞാതാവായി കരുതുന്ന ഹോമി ഭാഭയുടെ മരണം ഇന്നും ഒരു പ്രഹേളിക ആയി തുടരുന്നു. ISROയുടെ 2 ശാസ്ത്രജ്ഞന്മാർ അസ്വാഭാവിക സാഹചര്യങ്ങൾ മരിച്ചത് ഇന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇനിയും ഇതുപോലെ കുറേ ഉദാഹരണങ്ങളുണ്ട്. എല്ലാം പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല. ഇനി എൻ്റെ പ്രധാന സംശയത്തിലേക്ക് വരാം. അതിനു മുമ്പ് റഷ്യൻ പ്രസിഡന്റ് ആയ ശ്രീ പുടിനെ കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹം അവിഭക്ത സോവിയറ്റ് യൂണിയന്റെ ചാരസംഘടന ആയിരുന്ന KGBയിൽ ഉദ്യോഗസ്ഥൻ ആയിരുന്നു. ചാരപ്രവർത്തനം ഒരു കരിയർ ആയി എടുത്തയാൾ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഒരു കരിയർ സ്പൈയുടെ കരവിരുത് നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്കും അതും മനസ്സിലാവും. പുടിനെ കാണാൻ വരുന്ന ലോക നേതാക്കളെ അവരുടെ വീക്ക്നെസ് കൃത്യമായി പഠിച്ച് അതിനനുസൃതമായി പെരുമാറാൻ അദ്ദേഹം മിടുക്കനാണ്. പല നേതാക്കളെയും ഏറെ സമയം പുറത്തിരുത്തി വെയിറ്റ് ചെയ്യിച്ച ശേഷം മാത്രമേ അദ്ദേഹം കാണാറുള്ളൂ. ചില ഉദാഹരണങ്ങൾ പറയാം. 2014 ജർമ്മനിയുടെ ചാൻസലർ ആയ അഞ്ജലീന മാർക്കൽ പുടിനെ കാണാൻ വന്നു. ഏകദേശം 4 മണിക്കൂർ പുറത്ത് കാത്തിരുന്നിട്ടാണ് പുടിൻ അവരെ കാണാൻ അനുവദിച്ചത്. എന്നു മാത്രമല്ല, പുടിൻ മീറ്റിങ്ങിന് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പെറ്റ് ഡോഗായ ഒരു കറുത്ത ഡോബർമാൻ പട്ടിയുമായിട്ടാണ് കാണാൻ വന്നത്. അഞ്ജലീന മാർക്കലിന് പട്ടികളെ പേടിയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന രഹസ്യമാണ്. ഇതുപോലെ 2016 അന്നത്തെ ജപ്പാൻ പ്രസിഡന്റായിരുന്ന ഷിൻസോ അബിയെ 3 മണിക്കൂർ വെയിറ്റ് ചെയ്യിച്ചിട്ടാണ് പുടിൻ കണ്ടത്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 15 പുടിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അലാസ്കയിൽ വെച്ച് കണ്ടിരുന്നല്ലോ. പുടിൻ അദ്ദേഹത്തിൻ്റെ വിമാനത്തിൽ നിന്ന് ഇറങ്ങി വരാൻ വേണ്ടി ട്രംപ് ടാർമാക്കിലെ ചുവന്ന പരവതാനിയിൽ വെയിറ്റ് ചെയ്യുന്നത് നമ്മളൊക്കെ കണ്ടതാണല്ലോ. ഇതിനോട് ചേർത്ത് വേണം
ഓഗസ്റ്റ് 31 മോഡിയും പുടിനും തമ്മിൽ ചൈനയിൽ ടിയാൻജിൻ എന്ന പട്ടണത്തിൽ കണ്ടുമുട്ടിയതിനെ ചേർത്ത് വായിക്കാൻ. മോഡിക്ക് സഞ്ചരിക്കാൻ പ്രത്യേക വാഹന വ്യൂഹം ഉണ്ടായിരുന്നെങ്കിലും പുടിൻ 10 മിനിറ്റ് ഹോട്ടലിന് താഴെ കാത്തുനിന്ന് മോഡിയെയും കൂട്ടി അദ്ദേഹത്തിൻ്റെ സ്വന്തം വാഹനത്തിലാണ് സമ്മേളന സ്ഥലത്തേക്ക് എത്തിയത്. എന്നു മാത്രമല്ല, സമ്മേളന സ്ഥലത്ത് എത്തിയിട്ടും അവിടെ കയറാതെ 45 മിനിറ്റോളം പുറത്ത് വെയിറ്റ് ചെയ്തു. അവിടെ എന്തോ ഒരു സെക്യൂരിറ്റി പ്രശ്നം ഉണ്ടായിരുന്നു എന്നത് ഇതിൽ നിന്നും വ്യക്തവുമാണ്. എന്നു മാത്രമല്ല, അത് മോഡിയെ ചുറ്റിപ്പറ്റി ആയിരുന്നു എന്നതും ഊഹിക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ പുടിനെ പോലെ ഇത്ര വലിയ ഈഗോ ഉള്ള ഒരാൾ മോഡിക്ക് വേണ്ടി 10 മിനിറ്റ് വെയിറ്റ് ചെയ്യില്ല. എല്ലാവരും സംശയിക്കുന്നത് പോലെ ഇവിടെ സംശയത്തിൻ്റെ നിഴൽ നിൽക്കുന്നത് അമേരിക്കൻ ചാരസംഘടനയായ CIA തന്നെയാണ്. പുടിൻ അടക്കം പല ലോക നേതാക്കൾ എത്തുന്ന വേദിയിൽ ഒരു സാധാരണ സ്പൈ ഏജൻസിക്ക് കടന്നു ചെല്ലാനോ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനോ കഴിയില്ല. അത് റഷ്യൻ ചാരസംഘടനയായ SVR അഥവാ ഫോറിൻ ഇൻ്റലിജൻസ് സർവീസ് കൃത്യമായി മനസ്സിലാക്കുകയും കൃത്യസമയത്ത് തന്നെ പുടിനെ ധരിപ്പിക്കുകയും ചെയ്തു എന്ന് വേണം കരുതാൻ. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായവും അതുതന്നെയാണ്. അതിന് കാരണം പറയാം. ഒന്നാമത്, ചൈനയിൽ വെച്ച് ശ്രീമാൻ മോഡിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം എന്നേക്കുമായി തകർക്കപ്പെടും. ഇപ്പോൾ തന്നെ 2 രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ മുന്നോട്ട് പോവുകയാണ്. പരസ്പര താല്പര്യങ്ങൾ മാത്രം മുൻനിർത്തിയാണ് അത് മുന്നോട്ട് പോകുന്നത്. രണ്ടാമത്തെ കാര്യം, ഇത് വളരെ ബുദ്ധിപരമായി പ്ലാൻ ചെയ്ത ഒരു ഡിസൈൻ ആയിരുന്നു. അമേരിക്കയ്ക്ക് താല്പര്യം ചൈനയെ കൂട്ടുപിടിച്ച് ഒരു G2 സഖ്യം ഉണ്ടാക്കുക എന്നതാണ്. ഗ്ലോബൽ സൗത്തിൻ്റെ കാര്യങ്ങൾ ചൈനയെ ഏൽപ്പിക്കുകയും ഗ്ലോബൽ നോർത്തിൻ്റെ കാര്യങ്ങൾ അമേരിക്ക നോക്കുകയും ചെയ്യുന്ന ഒരു ഇക്വേഷനിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക. ഇതൊക്കെയാണ് അമേരിക്ക പ്ലാൻ ചെയ്തത്. പക്ഷേ ഇതിനൊക്കെ തടസ്സമായി നിൽക്കുന്നത് ഇന്ത്യയും മോദിയുമാണെന്ന് അവർക്ക് നന്നായി അറിയാം. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ കളികൾ ഒന്നും കാര്യമായി ഏൽക്കുന്നില്ല. സോറോസിനെ വെച്ച് കളിക്കാൻ ശ്രമിച്ചിട്ടും അതിൽ വലിയ പുരോഗതി ഉണ്ടാകുന്നില്ല. ഇന്ത്യ ടെക്നോളജിയിലും ഡിഫൻസിലുമൊക്കെ ഇങ്ങനെ വളർന്നാൽ ഭാവിയിൽ പിടിച്ചാൽ കിട്ടില്ല എന്ന ധാരണ അമേരിക്കയ്ക്കുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് അമേരിക്കയുടെ ആണവായുധ ശേഖരവും അവിടുത്തെ പട്ടാളക്കാരെയും നശിപ്പിച്ചതിൻ്റെ ചുരുക്ക് വേറെയും. ഇവിടെ വീണ്ടും ബോധ്യമായ ഒരു കാര്യം, റഷ്യ എന്നും നമ്മളോടൊപ്പം ഉണ്ട് എന്നതാണ്.